എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് അഥവാ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന ഭാഗത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമുക്ക് നോക്കാം. PSC പരീക്ഷയിൽ കൃത്യമായിട്ട് 1 മാർക്കിന്റെ ചോദ്യം എല്ലാ പ്രാവശ്യവും പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസിന്റെ പ്രത്യേകതയും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പറയുകയാണ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് അതിന്റെ നിയമങ്ങളിലേക്ക് കടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് അഥവാ നമ്മള് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ്? ഒന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ 2 രീതിയിലുള്ള സെന്റൻസ് ആണ് നമുക്ക് സാധാരണയായിട്ട് കാണുന്നത്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് സെന്റൻസിനെയും നെഗറ്റീവ് സെന്റൻസിനെയും എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? അതാണ് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്. പോസിറ്റീവ് സെന്റൻസിനകത്ത് നോട്ട് വരുന്ന, നോട്ട് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ നൈദർ, അങ്ങനെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള പദങ്ങൾ വരാതിരിക്കുന്ന സെന്റൻസ് ആണ് പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിനകത്ത് കുറേയധികം നെഗറ്റീവ് പദങ്ങൾ ഏതൊക്കെയാണ് എന്ന് തന്നെ ആദ്യം നമുക്ക് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നോട്ട്, 2 നോ, നെവർ, നെല്ല്, സെൽഡം, ഫ്യൂ, little, none, neither, nor, nothing, hardly, scarcely, rarely, barely, nobody. അങ്ങനെ നെഗറ്റീവ് മീനിങ് കൊടുക്കുന്ന ഏതെങ്കിലും പദം ആ സെന്റൻസിൽ വന്നിട്ടില്ല എങ്കിൽ ആ സെന്റൻസിനെ നമ്മൾ പോസിറ്റീവ് സെന്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് സെന്റൻസിലുള്ള ഒരു സെന്റൻസിൽ നമ്മൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിനെ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ആദ്യത്തെ റൂളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പോസിറ്റീവ് സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗിന്റെ ആദ്യത്തെ റൂൾ നമുക്ക് കാണാം. അതായത് തന്നിരിക്കുന്ന ഓക്സിലറി വെർബ്, ഓക്സിലറി വെർബ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സഹായക ക്രിയ എന്ന് പറയും ആ ഓക്സിലറി വെർബ്. പ്ലസ് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് അവിടെ നോട്ട്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഓക്സിലറി വെർബ്, അതിനുശേഷം നോട്ട്, അതിനുശേഷം എന്ത് വരണം? പ്രൊനൗൺ വരണം. ഈ ഒറ്റ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ വന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് എന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഓക്സിലറി വെർബ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു ഉദാഹരണം ആദ്യം നമുക്ക് നോക്കാം. ഹി ഈസ് എ ടീച്ചർ. ഹി ഈസ് എ ടീച്ചർ. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വരും? നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിലറി വെർബാണ് ആദ്യം പറയുന്നത്. എന്താണ് അപ്പോൾ? ഈസ്. പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് അവിടെ എന്ത് വരണം? നോട്ട്. സബ്ജക്റ്റ് പ്രൊനൗൺ ഏതാണ്? ഹി. അപ്പോൾ ഈസ് നോട്ട് ഹി എന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ അതിന്റെ ആൻസർ. അപ്പോൾ നമ്മൾ അതിന്റെ ഷോർട്ട് ഫോമിലാണ് എഴുതേണ്ടത്. കാരണം ഈസ് നോട്ട് ഹി എന്ന് എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ ഈസ് ഇൻഡ് ഹി എന്നാണ് നമ്മൾ എഴുതുന്നത്. അതായത് സബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഹി ആണ്. ഹി ഈസ് എ ടീച്ചർ എന്നാണ്, അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. അതിന്റെ കൂടെ നോട്ട്, അതിന്റെ ഷോർട്ട് ഫോമിൽ NT എന്ന് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. ഈസ് ഇൻഡ് ഹി എന്നാണ് അതിന്റെ ആൻസർ. അപ്പോൾ അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. യു ആർ എ ബ്രേവ് പേഴ്സൺ. യു ആർ എ ബ്രേവ് പേഴ്സൺ. അവിടെ സബ്ജക്ട് എന്താണ്? യു ആണ്.
ഓക്സിലറി വെർബ് ആറാണ്. അപ്പോൾ എന്താണ് ആൻസറിലേക്ക് വരേണ്ടത്? ആദ്യമേ ഓക്സിലറി വെർബ് ആർ. പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് നോട്ട്. സബ്ജക്റ്റ് പ്രൊനൗൺ എന്താണ് അവിടെ? യു. ആർ ഇൻഡ് യു എന്നാണ് അതിന്റെ ആൻസർ. അടുത്തത് വി ആർ സ്റ്റേറ്റ് പ്ലേയേഴ്സ്. വി ആർ സ്റ്റേറ്റ് പ്ലേയേഴ്സ്, അതായത് ഞങ്ങൾ സ്റ്റേറ്റ് പ്ലേയേഴ്സ് ആണ്. അവിടെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആറാണ്. സബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത് വി ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആർ ഇൻഡ് വി എന്നാണ് അതിന്റെ ആൻസർ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെന്റൻസിൽ വന്നു കഴിയുമ്പോൾ സബ്ജക്റ്റ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിനകത്ത് വന്നിരിക്കുന്ന ഓക്സിലറി വെർബാണ് ആദ്യം വരേണ്ടത്. രണ്ടാമത് വരേണ്ടത് നോട്ടാണ്. മൂന്നാമത് വരേണ്ടത് അവിടുത്തെ സബ്ജക്റ്റ് പ്രൊനൗൺ ഏതാണോ അതാണ് വരേണ്ടത്. അപ്പോൾ നമ്മള് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിന്റെ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട്, കാരണം ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു പുതിയ ഒരു നിയമമാണ്, ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു നിയമമാണ്. അതുകൊണ്ട് ഇതിനെ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ചോദ്യത്തിൽ വരുന്നതാണ്. ഐ ആം എ സ്റ്റുഡന്റ്. അപ്പോൾ ഐ ആം എ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് അവിടെ ഓക്സിലറി വെർബായിട്ട് വന്നേക്കുന്നത്? ആമാണ്. പക്ഷെ ഓക്സിലറി വെർബ്, നമ്മൾ ഓക്സിലറി വെർബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓക്സിലറി വെർബ് തന്നെ മെയിൻ വെർബായിട്ട് വരും. അപ്പോൾ ആം എന്ന് പറയുന്നത് അവിടെ മെയിൻ വെർബായിട്ടാണ് വന്നേക്കുന്നത്. ആം മെയിൻ വെർബായിട്ടൊക്കെ വന്നേക്കുമ്പോൾ നമ്മള് ആമ്, അതായത് സബ്ജക്റ്റിന് ശേഷം ആമ് മെയിൻ വെർബായിട്ട് വരുന്ന സാഹചര്യത്തില് നമ്മൾ ആമിന് പകരം ഓക്സിലറി വെർബില് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? ആറാണ് ഉപയോഗിക്കേണ്ടത്. അതൊരു റൂളാണ്. അപ്പോൾ ഓക്സിലറി വെർബ് ആമാണെങ്കിൽ പോലും ആൻസറിലേക്ക് വരുമ്പോൾ ആറ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഓക്സിലറി വെർബ് ആമിന് പകരമായിട്ട് ആറ് വന്നു, നോട്ട് വന്നു, പിന്നെ അവിടെ എന്താണ്? സബ്ജക്ട് എന്താണ്? ഐ. അപ്പോൾ ആർ ഇൻഡ് ഐ, അതാണ് എന്റെ ആൻസർ. മറന്നു പോകണ്ട. ആമ് വരുമ്പോൾ മെയിൻ വെർബായിട്ട്, ഓക്സിലറി വെർബിന്റെ സ്ഥാനത്ത് മെയിൻ വെർബായിട്ടാണ് ആമ് വരുന്നതെങ്കിൽ അവിടെ ചേർക്കേണ്ടത് ആറിന്റെ ഐ ആണ്. അതൊരു റൂളാണ്, പ്രത്യേകമായിട്ട് ഓർത്തു വെച്ചേക്കേണ്ടതാണ്. ആമ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആറിന്റെ ഐ ആണ് വരുന്നത്. ഇനി ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ്, അത് പോസിറ്റീവ് സെന്റൻസിനാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ വരുന്നത്. പക്ഷെ നെഗറ്റീവ് സെന്റൻസിനാണെങ്കിലോ, ഉദാഹരണത്തിന് ഐ ആം നോട്ട് എ ടീച്ചർ, ഞാനൊരു ടീച്ചർ അല്ല, അവിടെ നെഗറ്റീവാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ആം ഐ എന്നാണ് ഉത്തരം വരുന്നത്. അപ്പൊ നമ്മള് പോസിറ്റീവില് വരുമ്പോഴാണ്, അതൊരു റൂൾ ആയതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഇടക്ക് കയറ്റി പറയുന്നത്. റൂൾ ആയതുകൊണ്ട് മാത്രമാണ് കയറ്റി പറയുന്നത്. കാരണം നമ്മൾ പോസിറ്റീവ് സെന്റൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പോസിറ്റീവ് സെന്റൻസിനകത്ത് വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് എന്തൊക്കെയാണ്? ഓക്സിലറി വെർബ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് പ്രൊനൗൺ, അതായത് അതിനകത്ത് വന്നിരിക്കുന്ന സബ്ജക്റ്റിന്റെ പ്രൊനൗൺ. എന്ന് വെച്ചാൽ നോട്ട് ചേർത്ത് വരുമ്പോൾ അതൊരു റൂൾ ആയതുകൊണ്ട് നമ്മൾ അതിലെന്ത് ചെയ്യുന്നു? അത് നമ്മൾ നേരെ മാറ്റി നോട്ട് വരുമ്പോൾ ആമയിൽ തന്നെ ഇടും, പക്ഷെ പോസിറ്റീവ് ആണെങ്കിൽ ആറിന്റെ എന്ന് വിടും. ഇനി നമ്മൾക്ക് വേറെ ഇതിങ്ങനെ പോന്നു കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ കാണാതെ ചില ഓക്സിലറി വെർബ് കയറി വരും. നമ്മൾ തന്നെ കാണാതെ വരുന്ന ചില ഓക്സിലറി വെർബ്. അപ്പോൾ ആ ഓക്സിലറി വെർബിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾക്കത് കാണാൻ പറ്റത്തില്ല. അവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷെ അതിന് പകരമായിട്ട് അവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വെർബിന്റെ മെയിൻ വെർബിനെ കണ്ടതിന് ശേഷം നമ്മൾ അത് ഏത് ടെൻസിലാണ് കിടക്കുന്നത്, ഏത് കാലത്തിലാണ് കിടക്കുന്നതെന്ന് നോക്കിയിട്ടാണ്
നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിന്റെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾക്ക് പറയാം, ഹി സ്പീക്സ് വെൽ. ഹി സ്പീക്സ് വെൽ. അവിടെ നമുക്ക് ഓക്സിലറി വെർബ് വന്നിട്ടില്ല, പകരം മെയിൻ വെർബ് വന്നിട്ടുണ്ട്. ഹി എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ആണ്. സ്പീക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾക്ക് സ്പീക്ക് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ യെസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലറിൽ നമ്മള് സിംഗുലർ ഫോമിന്റെ ഒരു കൂട്ടത്തില് സിമ്പിൾ പ്രസന്റ് ടെൻസില് നമ്മള് യെസ് അല്ലെങ്കിൽ യെസ് ചേർത്ത് കൊടുക്കുന്ന ഒരു റൂൾ ഉള്ളത് കൊണ്ടാണ് അവിടെ അതങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ ഹി സ്പീക്സ് വെൽ എന്ന് ആണ് സെന്റൻസിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഓക്സിലറി വെർബില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വെർബിനകത്ത് ആ മെയിൻ വെർബിന്റെ ടെൻസ് കണ്ടുപിടിച്ചിട്ട്, അപ്പൊ അത് V1 ഫോമിലാണ് കിടക്കുന്നത്. V1 ഫോമിൽ കിടക്കുന്ന ടെൻസ് ആണ്. അപ്പോൾ എന്താണ്, വെർബിന്റെ വൺ ഫോമാണ്, അതായത് പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡു ആയിരിക്കും ചിലപ്പോൾ വരേണ്ടത്. പക്ഷേ ഡു വരിക എന്ന് പറയുമ്പോൾ അവിടെ തേർഡ് പേഴ്സൺ ആൻഡ് സിംഗുലർ ആണ് അവിടെ സബ്ജക്ട് കിടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡസ് എന്ന ഓക്സിലറി വെർബ് എഴുതും. DOES ഡസ് എന്ന ഓക്സിലറി വെർബ് പ്ലസ് പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് നോട്ട്. സബ്ജക്ട് എന്താണ് അവിടെ, സബ്ജക്ട് പ്രോണൗൺ എന്താണ്, ഹി. അപ്പോൾ ഉത്തരം എന്താണ്, ഡസന്റ് ഹി. അപ്പോൾ വെർബിനകത്ത് ഓക്സിലറി വെർബ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ വെർബ് ഏത് ടെൻസിലാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾക്ക് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ടാഗിനകത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് വേണം, ഓക്സിലറി വെർബ് തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ അവിടെ ഇത് ചെയ്യുന്നു. ഇനി അതേ സമയം ഇപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചേർക്കാം, ഹി ഡിഡിന്റ് സ്പീക്ക് വെൽ എന്നാണ് വന്നതെങ്കിൽ, അതായത് അവിടെ എന്താണ്, ഡിഡിന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഡൂവിന്റെ അല്ലെങ്കിൽ ഡസിന്റെയും ഡൂവിന്റെയും പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. അപ്പോൾ ഡിഡ് നോട്ട് എന്നാ വന്നേക്കുന്നത്, അതായത് നെഗറ്റീവ് സെന്റൻസ് വന്നു. അപ്പോൾ നെഗറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് സെന്റൻസ് വന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിഡ് ഹി എന്നാണ് ചേർക്കേണ്ടത്. അപ്പോ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ആ നമ്മള് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് പ്രോനൗൺ. അതേ സമയത്ത് അത് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നോട്ട് മാറ്റിവെക്കുക, പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രോനൗൺ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മള് ഈ ക്വസ്റ്റ്യൻ ടാഗുകളിൽ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഏത് സെന്റൻസിനെ കണ്ടു കഴിഞ്ഞാലും ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില പ്രത്യേക സെന്റൻസുകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ആൻസറിന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അങ്ങനെ ആയിരിക്കും പൊതുവെ ചോദ്യങ്ങളും വരാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലെറ്റസ്. ലെറ്റസ് എന്ന് പറയുമ്പോൾ LETUS ലെറ്റസ്, അല്ല എങ്കിൽ LET ഒരു അപ്പോസ്ട്രഫി എസ് എന്നുണ്ടാവും, ലെറ്റ്സ്, ലെറ്റസ് ഓർ ലെറ്റ്സ്. അങ്ങനെയുള്ള ഒരു സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ ഫ്യൂച്ചർ ടെൻസിനെയാണ് കാണിക്കുന്നത്, വരാൻ പോകുന്ന കാലത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ലെറ്റസ് ഹാവ് ഡിന്നർ എന്നാണ് ഇത് വന്നേക്കുന്നതെന്ന് വിചാരിക്കുക സെന്റൻസ്. അത് നെഗറ്റീവ് സെന്റൻസ് ആണോ അതോ പോസിറ്റീവ് സെന്റൻസ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്, കാരണം ലെറ്റസ് ഹാവ് ഡിന്നർ എന്നാ. പക്ഷേ ലെറ്റസ് ഹാവ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ലെറ്റസിനോട് ചേർന്നാണ് ഇവിടെ വന്നേക്കുന്നതെങ്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണ്, നോട്ട് എന്ന് പറയുന്നത് വരില്ല. അതായത് സെന്റൻസ് നെഗറ്റീവ് ആയാലും സെന്റൻസ് പോസിറ്റീവ് ആയാലും നമ്മൾക്ക് ഉത്തരത്തില് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് ഷാൽ ബി എന്നായിരിക്കും. അതൊരു റൂൾ ആയതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു റൂൾ പഠിച്ചായിരുന്നു, ആം എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ അത് ആറിന്റെ എന്നാണ് പോകുന്നത്. ആം നോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ വരുമ്പോൾ അത് ആം എന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റൂളുകളും നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ ക്വസ്റ്റ്യൻ ടാഗിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്, ലെറ്റസ് ഹാവ് ഡിന്നർ. എന്നാൽ നമ്മൾ പറഞ്ഞേക്കുന്ന നിയമം അനുസരിച്ചിട്ട് അവിടെ വരേണ്ട നോട്ട് വരണം. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഒരു റൂളുണ്ട്, എന്താണ്, ലെറ്റസ് ഇത് തുടങ്ങിയാൽ നമ്മൾക്ക് ഉത്തരത്തില് ഷാൽ ബി എന്നാണ്. അത് പോസിറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും ഒരേ രീതിയാണ്.
അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റൻസ് നമുക്ക് നോക്കാം. ലെറ്റ് us not attend it. Let us not attend it. Let us not attend it എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. പക്ഷെ ആൻസറിൽ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ് വരുന്നത്? ഷാൽ വി എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. കാരണം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ലെറ്റസ് എന്നാണ് വരുന്നതെങ്കിൽ ഇതെല്ലാം റൂളായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ പോസിറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് പ്രൊനൗൺ ചേർത്ത് കൊടുത്താൽ മതി. അത് പോസിറ്റീവ് സെന്റൻസിന്റെ കാര്യത്തില്. നെഗറ്റീവ് സെന്റൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചേർക്കേണ്ട കാര്യമില്ല. ഓക്സിലറി വെർബ് പ്ലസ് പ്രൊനൗൺ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൂൾ അനുസരിച്ച് പഠിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ റൂൾ അപ്ലൈ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ അടുത്തൊരു റൂളാണ് ഞാൻ പറയുന്നത്. ലെറ്റ് ദം, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ. ഇതാണ് വരുന്നതെന്ന് വിചാരിക്കുക. ലെറ്റ് ദം, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ. അങ്ങനെയാണെങ്കിൽ ഉത്തരത്തില് വിൽ യു എന്നായിരിക്കും നമ്മൾ എഴുതേണ്ടത്. മറന്നു പോകണ്ട. ഉത്തരത്തിൽ എന്തായിരിക്കും വരുന്നത്? ലെറ്റ് ദമിൽ തുടങ്ങുന്നതോ ലെറ്റ് ഹെയറിൽ തുടങ്ങുന്നതോ അല്ലെങ്കിൽ ലെറ്റ് ഹിമിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളവിടെ എന്തായിരിക്കും എഴുതേണ്ടത്? വിൽ യു എന്നായിരിക്കും നമ്മൾ എഴുതേണ്ടത്. എന്നാൽ ലെറ്റ് മീനാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് റൂളായിരിക്കുമെന്നാണ് പ്രത്യേകം പറഞ്ഞു തരുന്നത്. ലെറ്റസിൽ തുടങ്ങിയാണെങ്കിൽ പോസിറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ഷാൽ വി എന്നാണ് ചേർക്കേണ്ടത്. ലെറ്റ് ഹിം, ലെറ്റ് ദം, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ എന്നതിലാണ് തുടങ്ങിയാണെങ്കിൽ നമ്മൾ ചേർക്കേണ്ടതായിരിക്കും വിൽ യു എന്നായിരിക്കും നമ്മൾ ചേർക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു റൂളാണ് ഈ പറയുന്നത്. ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെന്റൻസിലാണെങ്കിൽ ഷാൽ ഐ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഷാൽ ഐ. അപ്പോൾ പ്ലീസ് ലെറ്റ് മീ എന്നാണെങ്കിലോ ഇത് ഒരു റൂളാണ്. അവിടെ വിൽ യു എന്നായിരിക്കും. അപ്പോൾ ഒരു സെന്റൻസിന്റെ അകത്ത് ലെറ്റ് മീ എന്നും പറഞ്ഞു ലെറ്റ് മീ ഗോ, ലെറ്റ് മീ ഗോ, ലെറ്റ് മീ പ്ലേ, അവിടെയൊക്കെ എന്താണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്? ഷാൽ ഐ. എന്നാൽ പ്ലീസ് ലെറ്റ് മീ ഗോ എന്നാണ്, പ്ലീസ് ലെറ്റ് മീ പ്ലേ എന്നാണെങ്കിലോ വിൽ യു എന്നുള്ള ഇതായിരിക്കും നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ലെറ്റ് ദമും ലെറ്റ് ഹിമും ലെറ്റ് ഹെറും വരുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് എന്താണ്? വിൽ യു എന്നായിരിക്കും. ഇനി പ്ലീസ് ലെറ്റ് മീ ആണെങ്കിലോ വിൽ യു എന്നായിരിക്കും. ലെറ്റ് മീ മാത്രമാണെങ്കിലോ ഷാൽ ഐ എന്നായിരിക്കും. അപ്പോൾ നമ്മള് ഓരോ സെന്റൻസും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരുന്ന് വേണം പഠിക്കേണ്ടത്. കാരണം സെന്റൻസുകളുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് ഇതിന് ക്വസ്റ്റ്യൻ ടാഗിന് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറിനെ കൃത്യമായിട്ട് പഠിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പോസിറ്റീവ് സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് പ്രൊനൗൺ എന്നാണ് വരേണ്ടത്. നെഗറ്റീവ് സെന്റൻസിലാണെങ്കിൽ ഓക്സിലറി വെർബ് പ്ലസ് പ്രൊനൗൺ ആയിരിക്കും. ഇനി സെന്റൻസില് മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ, ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ ടെൻസ് കണ്ടുപിടിച്ചിട്ട് ഏത് ഫോമിലാണോ ഏത് ടെൻസിലാണോ അത് കിടക്കുന്നത് ആ ടെൻസിന്റെ പ്രസന്റ് ടെൻസിലാണെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡ് എന്നും, പ്രസന്റ് ടെൻസിൽ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഡസ് എന്നും അല്ലെങ്കിൽ ഡു എന്നും ആണ് വരുന്നത്. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് നമ്മൾക്ക് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് ഈ റൂളുകളും കൂടെ പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആണ്. പോസിറ്റീവ് സെന്റൻസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്സിലറി വെർബ് നോട്ട് പ്ലസ് പ്രൊനൗൺ. നെഗറ്റീവ് സെന്റൻസിൽ ഓക്സിലറി വെർബ് പ്ലസ് പ്രൊനൗൺ. അത് മാത്രം നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പക്ഷേ ചില സെന്റൻസുകൾ നമ്മൾ ഇപ്പോൾ ഒരു കമാൻഡ് പറയുക, നമ്മളൊരു ഇമ്പരറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ
അത് നമ്മളൊരു ഒരു 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 ആജ്ഞ അല്ലെങ്കിൽ ഒരു ഇതാണ് നടത്തുന്നത് നമ്മൾ. അവിടെ നമ്മൾക്ക് ചേർക്കേണ്ടത് വില്യു എന്നായിരിക്കും. ഓപ്പൺ ദ ഡോർ, വില്യു എന്നായിരിക്കും. പക്ഷെ വേറെ ചില സ്ഥലങ്ങളിൽ, അതായത് നമുക്കൊരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷനോ, നമ്മളിപ്പോൾ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളാണ് പറയുന്നതെന്ന് വിചാരിക്കുക, എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വോണ്ട് യു, വിൽ നോട്ട് എന്നുള്ള അർത്ഥമാണ് വോണ്ട്, WOND, വോണ്ട് യു എന്ന് നമ്മൾ ചോദിക്കുക. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥികളോട് കൂടിയിരിക്കുന്ന സമയത്ത് വന്നിട്ടാണ് പറയുന്നത് ഷട്ടപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇംപേഷ്യൻസ് ആണ്. ആ ഒരു അധ്യാപകന് ഇംപേഷ്യൻസ് ആണ്. ആ വിദ്യാർത്ഥികളുടെ ശബ്ദം അല്ലെങ്കിൽ സ്വരം കൂടുമ്പോഴാണ് അങ്ങനെ ഒരു കമാൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആജ്ഞ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇംപേഷ്യൻസ്, സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് പറയുന്നത് ഷട്ടപ്പ് എന്ന് പറയുന്നു. അത് ഓർത്ത് വെച്ചേക്കുക. കാരണം ഷട്ടപ്പ് എന്ന് പറയുന്നത് അങ്ങനെ കൂടുതലായിട്ട് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷട്ടപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് കാൻഡ് യു എന്നാണ്. എങ്ങനെയാണ്? കാൻഡ് യു. കാരണം ഷട്ടപ്പിന്റെ അവിടെ ക്യാൻ യു ഷട്ട് യുവർ മൗത്ത് എന്നുള്ള അർത്ഥത്തിനാണ് അവിടെ വരുന്നത്. അവിടെ ക്യാൻ എന്ന് പറയുന്നത് അവിടെ ഇത് ആയി കിടക്കുന്നുണ്ട്, അവിടെ ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇംപേഷ്യൻസ് ആണ്. ഒരു അധ്യാപകൻ ഒരു ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇംപേഷ്യൻസ് കൂടെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഷട്ടപ്പ് എന്ന് ഉപയോഗിക്കുന്നത്. ഷട്ടപ്പ് എന്ന് ഉപയോഗിക്കുമ്പോൾ അവിടെ വരുന്ന ആൻസർ കാൻഡ് യു എന്നാണ്. കാരണം അവിടെ ഒരു ഇംപേഷ്യൻസ് നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഇത് ആ ഒരു റൂള് കഴിഞ്ഞപ്പോൾ ഷട്ടപ്പ് എന്ന് പറയുമ്പോൾ കാൻഡ് യു എന്നാണ്, മറന്നുപോകണ്ട. ഷട്ടപ്പ് എന്ന് പറയുമ്പോൾ കാൻഡ് യു എന്നാണ്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഐ ഹാവ് മൈ ലഞ്ച്, ഞാൻ ഉച്ച കഴിച്ചു, എന്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഹാവ് എന്ന് പറയുന്നത് അവിടെ എന്തായിട്ടാണ് വരുന്നത്? ഒരു ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആണ് പറയുമ്പോൾ ഹാവിന് പകരമായിട്ട് എന്താണ് അവിടെ ചേർക്കേണ്ടത്? ഡു ആണ്. ഹാവിന് പകരമായിട്ട് ഇതൊരു റൂളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞു തരുന്നത്. ഹാവിന് പകരമായിട്ട് ഐ ഹാവ് മൈ ലഞ്ച്. സോ അവിടെ ഹാവിന് പകരമായിട്ട് നോട്ട് ഹാവിന്റെ എന്നല്ല പറയേണ്ടത്, മറിച്ച് ഡു ഡോണ്ട് ഐ ഹാവ് മൈ ലഞ്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് ഹാവ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ കൂടെ ചേർക്കുന്ന സന്ദർഭമാണ്. പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. മെയിൻ വെർബായിട്ടാണ് അവിടെ ഹാവ് നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് എന്താണ്? ഡു ആണ്. അതുപോലെ തന്നെയാണ് ഹാഡ്. ഷീ ഹാഡ് ഹെർ ലഞ്ച് ഓർ ഷീ ഹാഡ് ഹെർ സപ്പർ. അവളുടെ അത്താഴം കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഹാഡിന് പകരമായിട്ട് എന്ത് ചേർക്കണം? ഡിഡ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്സിലറി വെർബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹാവ്, ഹാഡ് എന്ന സ്ഥലത്ത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ആ സെന്റൻസിന് മാറ്റങ്ങളൊന്നും വരാറില്ല. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. നമ്മൾ പഠിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും LDCക്ക് വരുന്നതാണ്. അതുകൊണ്ട് ഓരോ റൂളുകളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കോമൺ ആയിട്ടുള്ള രീതി അനുസരിച്ചിട്ടാണെങ്കിൽ ഓക്സിലറി വെർബ് നോട്ട് പ്ലസ് പ്രോനൗൺ മതിയാകും. നമ്മൾ സാധാരണഗതിയിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോനൗണിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ചില സബ്ജക്റ്റുകള് ചില ഭാഗത്ത് ആൻസറിലേക്ക് വരുമ്പോൾ, ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ അത് മാറും. അപ്പൊ അങ്ങനെ ചില സബ്ജക്റ്റുകൾ, ഒരു ഉദാഹരണം ഞാൻ പറയാണ്. ദിസ്, ദാറ്റ്. സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദിസ് എന്നോ അല്ലെങ്കിൽ ദാറ്റ് എന്നോ ആണെങ്കിൽ നമ്മൾ പ്രൊനൗൺ ആയിട്ട് ആൻസറിലേക്ക് വരുമ്പോൾ ഇറ്റ് എന്നായി പോകും. മറന്നു പോകണ്ട. ദിസ് അല്ലെങ്കിൽ ദാറ്റ് സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സെന്റൻസില് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ ഇറ്റ് എന്നായി മാറും. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ഈസി. എക്സാമ്പിള് ദിസ് ഈസ് ഈസി എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ദിസ് എന്നല്ല, ഈസ് നോട്ട് ദിസ് എന്നല്ല, മറിച്ച് ഈസ് ഇൻ ഇറ്റ്, ഈസ് നോട്ട് ഇറ്റ് എന്ന അർത്ഥത്തില് ഈസ് ഇൻ ഇറ്റ് ആണ്.
ദാറ്റ് ഈസ് നോട്ട് ഈസി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചേർക്കേണ്ട കാര്യമില്ല. നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ നോട്ട് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ പോസിറ്റീവ് സെന്റൻസിൽ മാത്രമാണ് നമ്മൾ നോട്ട് ചേർക്കേണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. കൺഫ്യൂഷൻ വരരുത്. ദിസ് ഈസ് നോട്ട് ഈസി എന്ന് പറയുന്നത് സെന്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ആൻസറിലേക്ക് വരുമ്പോൾ ഈസ് ഇറ്റ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇനി അത് ദിസിന്റെയും ദാറ്റിന്റെയും കാര്യത്തില്. ഇനി അതുപോലെ തന്നെയാണ് വേറെ ഒരു റൂൾ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ദീസ് എന്നോ ദോസ് എന്നോ വന്നാൽ, സബ്ജക്റ്റ് ദീസ് എന്നോ ദോസ് എന്നോ വന്നാൽ, ഇപ്പോൾ ദീസ് ആർ ആപ്പിൾസ്, ദോസ് ആർ ആനിമൽസ്, അവിടെ എന്താണ് സബ്ജക്റ്റ്? ദീസ് എന്നും ദോസ് എന്നുമാണ് വന്നേക്കുന്നത്. അങ്ങനെ വന്നാൽ ആൻസറിലേക്ക്, ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോകുമ്പോൾ അതിന്റെ പ്രോണൗൺ ആയിട്ട് വരുന്നത് ദേ ആണ്. മറന്നുപോകണ്ട. ദോസും ദീസും ദോസും. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു ദിസ് ദാറ്റ് വന്നു കഴിഞ്ഞാല് പ്രൊനൗണിലേക്ക് പോകുന്നത് ഇറ്റ് എന്നായിരിക്കും ആൻസറിലേക്ക് പോകുമ്പോൾ. ഇവിടെ ദീസ് എന്നും ദോസ് എന്നും വരുമ്പോൾ ആൻസറിലേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോകുമ്പോൾ വരുന്നത് ദേ എന്നായിരിക്കും. അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ദീസ് ആർ ആപ്പിൾസ്. ഓക്സിലറി വെർബ് എന്താണ്? ആറ്. സബ്ജക്റ്റ് എന്താണ് അവിടെ? ദീസ്. അപ്പോൾ ദീസ് ആർ ആപ്പിൾസ്. അതായത് ദീസ് നമ്മൾക്ക് ദോസ്, ദീസ്, ദോസ് ഇവ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ആൻസറിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ കണ്ടെത്തുമ്പോൾ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആറാണ് അവിടെ. സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് അവിടെ ദോസാണ്. പക്ഷെ അത് ആൻസറിലേക്ക് വരുമ്പോൾ എന്തായി മാറും? അത് ദേ ആയിട്ട് മാറും. അത് റൂളാണ്. ദീസ് ആർ ആപ്പിൾസ് ആർ ഇൻ ദി ദേ. കാരണം അവിടെ പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ആറാണ് അവിടെ ഓക്സിലറി വെർബ്. ആർ ഇൻ ദി ദേ. ദോസ് ആർ നോട്ട് ഹെവി മെറ്റൽസ്. ദോസ് ആർ നോട്ട് ഹെവി മെറ്റൽസ്. അവിടെ ദോസ് ആർ നോട്ട് ഹെവി മെറ്റൽസ് എന്ന് പറയുമ്പോൾ സെന്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആറാണ്. ദോസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദോസിന് പകരമായിട്ട് നമ്മൾ അവിടെ പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കേണ്ടത് ദേ ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ആർ ദേ. ആർ ദേ എന്നാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വളരെ കൃത്യമായിട്ടുള്ള റൂൾ ഞാൻ വീണ്ടും പറഞ്ഞു തരികയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് രീതിയിലുള്ള സെന്റൻസുകളുണ്ട്. ആ സെന്റൻസുകള് രണ്ട് രീതിയിലുള്ള സെന്റൻസുകളുണ്ട്. ആ സെന്റൻസുകൾ ഒന്ന് പോസിറ്റീവ് എന്നും ഒന്ന് നെഗറ്റീവ് എന്നുമാണ് അറിയപ്പെടുന്നത്. പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചറൽ ഫോർമുല അഥവാ അതിന്റെ നിയമം എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് പ്രൊനൗൺ. ഇനി നെഗറ്റീവ് ആണെങ്കിലോ ഓക്സിലറി വെർബ് പ്ലസ് പ്രൊനൗൺ, നോട്ട് വേണ്ട. ഇനി റൂള്, അടുത്ത റൂളിലേക്ക് വന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ റൂളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ആമ നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ആമെന്ന് തന്നെ വരുന്നത് ഓക്സിലറി വെർബ്. പോസിറ്റീവ് ആണെങ്കിൽ ആറിന്റെ എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത റൂൾ എന്നാണ് പറഞ്ഞത്? ലെറ്റസ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ, ലെറ്റസ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലെറ്റ് ഹർ, ലെറ്റ് ഹിം, ലെറ്റ് ദം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾക്ക് ചെറിയ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ നിങ്ങളുടെ അടുക്കൽ ചോദിക്കുകയാണ്. ആ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമാണ്. കാരണം ഹിസ് ഫാദർ ഈസ് എ ഡോക്ടർ എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഹിസ് ഫാദർ, അവിടെ സബ്ജക്ട് എന്താണ്? ഹിസ് ഫാദർ ഈസ് എ ഡോക്ടർ. ഈസ് ആണ് അവിടെ ഓക്സിലറി വെർബ്. സോ ഈസ് ഇൻ ദ, ഈസ് നോട്ട് ഹി. ഹി ഹാസ് എ കാർ. ഹി ഹാസ് എ കാർ. ഹാസ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഓക്സിലറി വെർബ്. അപ്പോൾ പോസിറ്റീവ് സെന്റൻസ്. അപ്പൊ അവിടെ എന്താ ചേർക്കേണ്ടത്? ഹാസ്, നോട്ട് ഹി.
They could not come to the party. They could not come to the party. They ആണ് അവിടെ സബ്ജക്റ്റ്. could not, COULD, could എന്ന് പറയുന്നത് ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. could not എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ആൻസറിലേക്ക് എന്തെന്ന് വരുന്നു? could, ഓക്സിലറി വെർബ് പ്ലസ് they. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. മറന്നു പോകേണ്ട ഓരോ റൂളുകളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഐ ആം ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്ന് ഞാൻ പറയുമ്പോൾ ഐ ആം ഇൻവൈറ്റഡ് ടു ദ പാർട്ടി, അത് നമ്മൾ വേറെ ഗ്രാമറിന്റെ ഒരു ഭാഗം അവിടെ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്വയമായിട്ട് കണ്ടെത്തുക. നമ്മളവിടെ ഐ ആം ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസിൽ ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബിന് പകരമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ആണ്. സോ ഐ ആം ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്നുമ്പോൾ അതിന്റെ ആൻസർ ഇതാണ്, ആറിൻഡായി. ജോൺ ക്യാൻ മേക്ക് ഹിസ് ഓൺ ഡിസിഷൻസ്. ജോൺ ക്യാൻ മേക്ക് ഹിസ് ഓൺ ഡിസിഷൻസ്. ജോൺ എന്നാണ് അവിടെ സബ്ജക്ട്. ക്യാൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഓക്സിലറി വെർബ്. അപ്പോൾ നമ്മുടെ നിയമം എന്താണ്? ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്ട്. ഇവിടെ ജോൺ ക്യാൻ മേക്ക് ഹിസ് ഓൺ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണാം ക്യാൻ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട്, അതായത് അതിന്റെ ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുന്നത് കാൻഡ് ഹി സബ്ജക്ട്. അവിടെ കാരണം വെച്ചാൽ ജോൺ എന്ന് പറയുന്നതിന്റെ പ്രൊനൗൺ ആണ് ഹി. ഇനി അടുത്തത് ലെറ്റ്സ് ഗോ ടു പാർട്ടി. ലെറ്റ്സ് ഗോ ടു പാർട്ടി. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് ലെറ്റസിൽ തുടങ്ങിയാല് ലേറ്റസ്റ്റിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ്? ഫ്യൂച്ചർ ആണ്. ഷാൽ ബി എന്നാണ്. അത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഒരേ രീതിയിലായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. അടുത്തത് ഹി പ്ലേസ് ഫുട്ബോൾ. അവിടെ മെയിൻ വെർബാണുള്ളത്. പ്ലേസ് എന്ന് പറയുന്ന മെയിൻ വെർബിന്റെ ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. അതുകൊണ്ട് ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് അവിടെ മറഞ്ഞിരിക്കുന്നത്. ആ മറഞ്ഞിരിക്കുന്ന ഓക്സിലറി വെർബ് പ്ലസ് സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നോട്ട്. സബ്ജക്ട് എന്ന് പറയുന്നത് ഹി ആണ്. അതുകൊണ്ട് ഡസന്റ് ഹി എന്നാണ് അതിന്റെ ആൻസർ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രാക്ടീസുകളായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മളുടെ ഇത് ഒരു ജനറൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. കാരണം ആൻസർ എന്താണോ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം പഠിച്ചു പോകാൻ ഇനി പറ്റുള്ളൂ. ഇത് വളരെ പരന്ന ഭാഗങ്ങളാണ് ഗ്രാമർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് റൂൾസ് ഓർത്ത് വെച്ചേക്കുക. മെയിൻ ആയിട്ടുള്ള റൂൾസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെയാണ്? ഓക്സിലറി വെർബ് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഓക്സിലറി വെർബ് നോട്ട് പ്ലസ് സബ്ജക്ട് പ്രൊനൗൺ എന്നാണ്. നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് എടുത്ത് കളയണം. ഓക്സിലറി വെർബും പ്രൊനൗണും വന്നാൽ മതി. പിന്നെ നമ്മൾ ലെറ്റസിന്റെ ഇത് പറഞ്ഞു. നമ്മൾ ലെറ്റ് ഹെർ, ലെറ്റ് ദം, ലെറ്റ് ഹിം, നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മളൊരു കാര്യം ഇമ്പരറ്റീവ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വില്യു എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇംപേഷ്യൻസിനോടുകൂടി പറയുമ്പോൾ പ്രത്യേകിച്ച് ഷട്ടപ്പ് എന്ന് പറയുന്നത്, കീപ് ക്വയറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമ്മൾക്ക് ഒരു ഇംപേഷ്യൻസ് വരുന്നത് കൊണ്ട് അവിടെ കാണ്ട് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചില സെന്റൻസുകളിൽ ഓക്സിലറി വെർബ് കാണാം, ചില സെന്റൻസുകളിൽ ഓക്സിലറി വെർബ് കാണില്ല. അതെല്ലാം കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ഹാവ് അല്ലെങ്കിൽ ഹാഡ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആ ഭക്ഷണം കഴിച്ചു എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ്? ഡു എന്നും ഡിഡ് എന്നും ആയിരിക്കും. മറന്നു പോകണ്ട. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. എല്ലാവരും ഇതിന്റെ പ്രാക്ടീസുകൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് പഠിക്കണം. നിയമങ്ങൾ ഓർത്തു വെക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്ന് പഠിക്കുക. ക്വസ്റ്റ്യൻ ടാഗിന് മറന്നു പോകേണ്ട. 1 മാർക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും ചോദ്യം ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് 1 മാർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് വീണ്ടും പല പ്രാവശ്യം കണ്ട് ആവർത്തിച്ച് അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളും വീട്ടിലിരുന്ന് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് പരീക്ഷയിൽ ഈ 1 മാർക്ക് കിട്ടുള്ളൂ. മറന്നു പോകണ്ട. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടീസ് ചെയ്യുക.
എല്ലാവരും അത് ഹൃദിസ്ഥമാക്കുക, പരീക്ഷയിൽ വിജയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. പ്രധാനമായിട്ടുള്ള പ്രൈം കണ്ടന്റിന്റെ ഭാഗങ്ങളെല്ലാം റൂട്ടഡ് ആപ്പിൽ ലഭ്യമാണ്. അതിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അത് ചെയ്യുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നതായിരിക്കും. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. അതിനകത്ത് നമ്മൾ ലേൺ കിക്ക് പ്രോസസ്സിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ആ ക്ലാസ്സുകൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഓക്കെ, താങ്ക് യു.